എല്ലാ മാന്യ ശ്രോതാക്കൾക്കും MGM റേഡിയോ ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രാമായണ മാസമാണല്ലോ ഇത്. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണ കഥയെ അടിസ്ഥാനമാക്കി 6 ഭാഗങ്ങളുള്ള ഒരു ശബ്ദശില്പമാണ് ഇവിടെ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. ആദ്യം ബാലകാന്ഡം 1. രാമായണത്തിലെ സുപ്രധാന വരികൾ, നാടകീയ മുഹൂർത്തങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി അതിമനോഹരമായതും നാടകീയത മുറ്റുനിൽക്കുന്നതുമായ ശബ്ദശില്പമാണിത്. ഈ പരിപാടിയുടെ സംഗീതം യശശരീരനായ സംഗീതജ്ഞൻ MG രാധാകൃഷ്ണനും രചനയും ആഖ്യാനവും ആകാശവാണിയിലെ പ്രസിദ്ധ നാടക നടൻ P. ഗംഗാധരൻ നായരുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഈ ശബ്ദശില്പം വിദ്യാഭ്യാസ പരിപാടിയുടെ സംവിധായകനായ A. പ്രഭാകരൻ സംവിധാനം ചെയ്തിരിക്കുന്നു. മലയാള നാടക സിനിമാ രംഗത്തെ പ്രസിദ്ധരായ നടന്മാരും ആകാശവാണിയിലെ അനുഗ്രഹീത ശബ്ദ കലാകാരന്മാരുമായ TR സുകുമാരൻ നായർ, വക്കം ഷക്കീർ, P. ഗംഗാധരൻ നായർ, S. രാമൻകുട്ടി നായർ, TP രാധാമണി, CS രാധാദേവി, ലീല പണിക്കർ, കൊല്ലം തുളസി, S. സോമശേഖരൻ നായർ, ആറന്മുള കുഞ്ഞമ്മ, MG ശ്രീകുമാർ, സ്പോട്ട് സുരേഷ് കുമാർ, P. തങ്കച്ചൻ, സതീഷ് ചന്ദ്രൻ, MGK പിള്ള, KG ദേവകിയമ്മ, S. വേണു തുടങ്ങിയവർ ശബ്ദം നൽകിയ ഈ ശബ്ദശില്പം തികച്ചും വ്യത്യസ്തമായൊരു പരിപാടിയാണ്. അധ്യാത്മരാമായണം 4ാമത്തെ ഭാഗമായ കിഷ്കിന്ധാകാന്ഡം ആരംഭിക്കുന്നു. സീതാദേവിയെ പിരിഞ്ഞ ദുഃഖം പൊറുക്കാനാവാതെ കരഞ്ഞും പറഞ്ഞും നടന്നടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീരാമദേവനെയും ലക്ഷ്മണനെയും കണ്ട് ആരെന്ന് തിരിച്ചറിയാതെ സുഗ്രീവൻ മന്ത്രിമാരോടുകൂടി വേഗം പർവ്വതത്തിന്റെ മുകളിൽ കുതിച്ചു കയറി. ഭയന്ന് വിറച്ച് ഹനുമാനോട് പറഞ്ഞു, വായുപുത്ര, ആരോ 2 പേർ ഇങ്ങോട്ട് വരുന്നു. ബാലി എന്നെ വധിക്കാൻ പറഞ്ഞു വിട്ടതായിരിക്കണം. തേജസ്വികൾ, ചാപവും ബാണവും വാളുമെല്ലാമുണ്ട്. അങ്ങൊരു ബ്രാഹ്മണ വേഷം പൂണ്ടു ചെല്ലൂ. ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കൂ. വേഗം. ശത്രുക്കളാണെങ്കിൽ കൈമുദ്ര കാട്ടി കാര്യങ്ങൾ അറിയിക്കുക. അല്ലെങ്കിൽ മന്ദസ്മിത സജ്ഞ കൊണ്ട് അതറിയിക്കുക. സുഗ്രീവൻ പറഞ്ഞത് കേട്ട് പെട്ടെന്ന് ബ്രാഹ്മണ വേഷം ധരിച്ച ഹനുമാൻ നേരെ ശ്രീരാമലക്ഷ്മണന്മാരെ സമീപിച്ച് തൊഴുത് വിനയപുരസ്സരം ചോദിച്ചു, സൂര്യചന്ദ്രന്മാരെ പോലെ തേജസ്വികളായ നിങ്ങൾ ആരാണെന്ന് ദയവായി പറഞ്ഞാലും. 3 ലോകങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ശക്തി ഉൾക്കൊള്ളുന്നവരാണെന്ന് കണ്ട മാത്രത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആരാണ്? വിശ്വൈക വീരന്മാരായ അശ്വിനി ദേവകളാണോ? ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരകാരണമൂർത്തികൾ ക്ഷത്രിയ രൂപത്തിൽ ഭൂമിയിൽ പിറന്നതാണോ? മുക്തി നൽകാൻ പ്രാപ്തരായ നരനാരായണന്മാരാണെന്ന് എന്റെ മനസ്സ് നിരന്തരം മന്ത്രിക്കുന്നു. ലക്ഷ്മണ, വടുവേഷം ധരിച്ച് ഇവനെ ശ്രദ്ധിക്കൂ. ഇയാൾ ഒരു മഹാവൈയാകരണനാണ്. സംശയമില്ല. ഒരു അപശബ്ദം പോലും കലരാതെയുള്ള സംസാരം. വാനരശ്രേഷ്ഠ, ഞാൻ ദശരഥപുത്രനായ രാമനാണ്. ഇവൻ എന്റെ അനുജൻ ലക്ഷ്മണൻ. ഞങ്ങൾ എന്റെ ഭാര്യയായ സീതയും ഒന്നിച്ച് അച്ഛന്റെ നിയോഗപ്രകാരം കാട്ടിൽ തപസ്സനുഷ്ഠിക്കാനെത്തിയവരാണ്. ദണ്ഡകാരണ്യത്തിൽ പാർക്കുമ്പോൾ സീതയെ ഒരു നിശാചരൻ കട്ടുകൊണ്ടുപോയി. അവളെ തേടി അലയുന്നവരാണ് ഞങ്ങൾ. എങ്ങും കണ്ടുകിട്ടിയില്ല. സഖേ, നീ ആരാണെന്ന് ദയവായി അറിയിക്കൂ. രഘുപതി, ഈ പർവ്വതാഗ്രത്തിൽ വസിക്കുന്ന സുഗ്രീവന്റെ 4 മന്ത്രിമാരിൽ ഒരുവനാണ് ഞാൻ. ഞാൻ വായുതനയനായ ഹനുമാനാണ്. അഞ്ജന എന്നാണ് അമ്മയുടെ പേർ. സുഗ്രീവനുമായി സഖ്യം പുലർത്താമെങ്കിൽ ശത്രുക്കളെ നിഗ്രഹിക്കാൻ എളുപ്പമാണ്. നിർദ്ദേശിക്കുന്ന ഏത് കർമ്മവും ചെയ്യാൻ ഞാനും സന്നദ്ധനായിരിക്കും. രാഘവ, അവിടുന്നല്ലാതെ മറ്റാരും ആശ്രയമില്ല. രാമചന്ദ്രൻ ആ നിമിഷത്തിൽ ശബരി പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചു. എന്നിട്ട് ഹനുമാന്റെ ആഗ്രഹത്തിന് വഴങ്ങി സുഗ്രീവ സന്നിധിയിൽ എത്തിച്ചേർന്നു. ഹനുമാൻ സുഗ്രീവനോടായി പറഞ്ഞു, ഹേ സൂര്യപുത്ര, അങ്ങയ്ക്ക് മഹാഭാഗ്യം കൈവന്നിരിക്കുകയാണ്. ഇതാ, സൂര്യവംശജന്മാരായ ശ്രീരാമനും അനുജൻ ലക്ഷ്മണനും അങ്ങയുടെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ വേണ്ടി എഴുന്നള്ളിയിരിക്കുന്നു. ഇനി ഭയമേ വേണ്ട. വേഗം സഖ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കുക. ഹനുമത് വചനം കേട്ട മാത്രയിൽ തന്നെ സന്തുഷ്ടനായ സുഗ്രീവൻ
ലോകനാഥനായ രാമചന്ദ്രന് ഇരുന്നരുളാൻ തളിർത്തൊത്തുകൾ ഒടിച്ച് ഭൂമിയിലിട്ട് പീഠമൊരുക്കി. ഹനുമാൻ ലക്ഷ്മണകുമാരൻ സുഗ്രീവനിരിക്കാൻ തളിരില കൊണ്ട് പീഠം നിർമ്മിച്ചു. എല്ലാവരും ഇരുന്നു. ലക്ഷ്മണൻ എല്ലാ കാര്യങ്ങളും വിശദമായി സുഗ്രീവനെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് സുഗ്രീവൻ രാമചന്ദ്രനോടായി പറഞ്ഞു: സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങേ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് ശത്രുക്കളെ നശിപ്പിക്കുവാനും ഞാനൊരു സുഹൃത്തായി കൂടെയുണ്ടാവും. രാവണനെ വംശത്തോടെ നശിപ്പിച്ച് സീതാദേവിയെയും കൊണ്ട് അങ്ങയുടെ മുന്നിൽ വരുന്നുണ്ട്. രഘുപത്തെ, ഒരു ദിവസം ഞാൻ കണ്ട കാഴ്ച പറയാം, കേട്ടാലും. പുഷ്കരനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോപരൻ. അതു നേരമസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനയായി രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്നതേ വരൂ എന്നു പറഞ്ഞ ശേഷം ഉത്തരീയത്തിൽ പൊതിഞ്ഞ് സീതാദേവി താഴേക്കിട്ട ആഭരണങ്ങൾ രാമചന്ദ്രനെ കാണിച്ചു. സീതാദേവിയുടെ ആ ദിവ്യാഭരണങ്ങൾ കണ്ടപ്പോൾ രാമചന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗദ്ഗദകണ്ഠനായി ഇങ്ങനെ വിലപിക്കാൻ തുടങ്ങി: എന്ന കണക്കെ പിരിഞ്ഞി തോന്നുങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദളായ തലോചനേ. ഇപ്രകാരം കരുണാമൂർത്തിയായ രാമചന്ദ്രൻ സീതാദേവിയുടെ ആഭരണങ്ങൾ മാറോട് ചേർത്ത് അമർത്തിയും വീണ്ടും വീണ്ടും നിറകണ്ണുകളോടെ നോക്കിയും ലൗകികനായ സാധാരണനെ പോലെ കരഞ്ഞു തുടങ്ങി. ശോകാധിക്യത്താൽ പരിക്ഷീണനായ രാമചന്ദ്രനോടായി സൗമിത്രി പറഞ്ഞു: ജ്യേഷ്ഠ, ദുഃഖിക്കാതിരിക്കുക. ഈ വാനര ശ്രേഷ്ഠന്മാരുടെ സഹായത്തോടെ വൈകാതെ തന്നെ രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയെ കൊണ്ടുപോരാൻ കഴിയും. അവിടുന്ന് പ്രസാദിച്ചാലും. സുഗ്രീവനും അക്കാര്യം തന്നെ ശ്രീരാമനോട് ആവർത്തിച്ചു. ലക്ഷ്മണ സുഗ്രീവന്മാരുടെ വാക്കുകൾ കേട്ട് ശ്രീരാമചന്ദ്രൻ അല്പം ആശ്വസിച്ചു. ആ സമയത്ത് ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ച് ശുഭമുഹൂർത്തത്തിൽ രാമസുഗ്രീവ സഖ്യം മംഗളമായി നിർവഹിച്ചു. എന്നിട്ട് പർവ്വതാഗ്രഭാഗത്തിരുന്ന് രാമചന്ദ്രനോട് ബാലിയും താനുമായുള്ള പിണക്കത്തിന് കാരണം സുഗ്രീവൻ വിശദീകരിച്ചു. പണ്ട് മയന്റെ പുത്രനായ മായാവി എന്ന അസുരൻ യുദ്ധം ചെയ്യാൻ ആരെയും കിട്ടാതെ കിഷ്കിന്ധാപുരിയിലെത്തി ബാലിയെ പോരിന് വിളിച്ചു. അത് കേട്ട് കോപിഷ്ഠനായ ബാലി മായാവിയുടെ നേർക്ക് പാഞ്ഞു ചെന്ന് ശക്തിയായി ഇടിക്കാനും അടിക്കാനും തുടങ്ങി. ബാലിയുടെ പ്രഹരം സഹിക്കാൻ കരുത്തില്ലാതെ മായാവി ഓടി ഒരു ഗുഹയിൽ കയറി. കൂടെ ബാലി, ഞാനും പുറകെ ഓടി. അപ്പോൾ ബാലി പറഞ്ഞു: സുഗ്രീവ, ഞാനിവനെ ഗുഹയ്ക്കകത്തിട്ട് വധിക്കും. നീ ഈ ഗുഹാദ്വാരത്ത് നിൽക്കണം. ഗുഹയ്ക്ക് പുറത്ത് പാലാണ് ഒഴുകി വരുന്നതെങ്കിൽ അസുരൻ മരിച്ചെന്ന് കരുതണം. ചോരയാണ് ഒഴുകുന്നതെങ്കിൽ ഞാൻ മരിച്ചതായി തീർച്ചപ്പെടുത്തി ഗുഹയടച്ച് തിരിച്ചുപോയി വാഴുക. ഇത്രയും പറഞ്ഞ് ബാലി ഗുഹയ്ക്കകത്ത് പാഞ്ഞു കയറി. ഞാൻ ഗുഹാമുഖത്ത് നിന്നു. 1 മാസമായിട്ടും ജ്യേഷ്ഠനെ കാണാതെ വേദനിച്ചു നിൽക്കുമ്പോൾ ഗുഹയിൽ നിന്നും രക്തം ഒഴുകി വരുന്നത് കണ്ടു. ഞാനാകെ പരിഭ്രമിച്ചു. മായാവി ബാലിയെ നിഗ്രഹിച്ചെന്ന് തീരുമാനിച്ച് അടക്കാനാവാത്ത ദുഃഖത്തോടെ ഞാൻ കിഷ്കിന്ധയിലേക്ക് മടങ്ങി. വിവരമറിഞ്ഞ വാനരന്മാർ എന്നെ വാനരാധീശ്വരനാക്കി അഭിഷേകവും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞാൽ മഹാബലവാനായ ബാലി തിരിച്ചു വന്നു. ഗുഹാദ്വാരമടച്ചത് ബാലിയെ കൊല്ലാനാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ നിഗ്രഹിക്കാൻ ഓടിയെടുത്തു. ഞാൻ എല്ലായിടത്തും ഓടി നടന്ന ശേഷം ശാപനിമിത്തം ബാലിക്ക് കടന്നു വരാൻ കഴിയാത്ത ഋഷ്യമൂകാചലത്തിൽ വന്നിരിക്കുകയാണുണ്ടായത്. ഞാൻ പരിഗ്രഹിച്ച എന്റെ ധർമ്മപത്നിയെയും ആ ദുഷ്ടൻ ബലാത്കാരമായി സ്വീകരിച്ചുകൂടെ പാർപ്പിച്ചിരിക്കുകയാണ്. നാടും വീടും നഗരവും ഭാര്യയും എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാനിന്ന് ദുഃഖിച്ചു കഴിയുകയാണ്.
അങ്ങയുടെ പാദസ്പർശത്താൽ എന്തെന്നില്ലാത്ത സുഖം മനസ്സിന് തോന്നുന്നു. സുഗ്രീവ, ദുഃഖിക്കാതിരിക്കും. നിന്റെ ശത്രുവിനെ നിഗ്രഹിച്ച് നിന്റെ ധനവും രാജ്യവും പത്നിയും എല്ലാം നിനക്ക് സ്വന്തമാക്കി തരുന്നുണ്ട്. ഇത് സത്യം. ദേവേന്ദ്രപുത്രനായ ബാലിയെ വധിക്കുക അത്ര എളുപ്പമല്ല. അതിബലവാനാണ് ബാലി. ദുന്ദുഭി എന്ന മഹാസുരൻ മഹിഷവേഷത്തിൽ വന്ന് പോരിന് വിളിച്ചപ്പോൾ കടുത്ത കോപത്തോടെ ചെന്ന് അവന്റെ കൊമ്പുകളോടെ തല വേർപെടുത്തി ചുഴറ്റിയെറിഞ്ഞവനാണ് ബാലി. ആ തല മതങ്കാശ്രമത്തിൽ ചെന്ന് വീണു. ആശ്രമദോഷം വരുത്തിയതിന് മുനി ശപിച്ചു. ഋഷ്യമുഖാചലത്തിൽ വന്നാൽ ബാലിയുടെ തല പൊട്ടിപ്പോകട്ടെ എന്ന്. അതാണ് ബാലി ഇവിടെ വരാത്തത്. അതാ ആ കാണുന്നതാണ് ദുന്ദുഭിയുടെ ശിരസ്. ഈ തല പൊക്കിയെടുത്ത് ദൂരെ എറിയാൻ കരുത്തുള്ള ഒരാൾക്ക് മാത്രമേ വാനരശ്രേഷ്ഠനായ ബാലിയെ വധിക്കാൻ കഴിയൂ. സുഗ്രീവൻ അത്ഭുതത്തോടും അല്പം ഭീതിയോടും നടത്തിയ ബാലിവർണ്ണന കേട്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മന്ദരപർവ്വതം പോലെ കിടക്കുന്ന ദുന്ദുഭിയുടെ ശിരസിന് സമീപം ചെന്ന് കാലിന്റെ പെരുവിരൽ കൊണ്ട് കോരിയെടുത്ത് ഒരേറ് കൊടുത്തു. അത് 10 യോജന ദൂരെ ചെന്ന് വീണു. അത് കണ്ട് വാനരശ്രേഷ്ഠന്മാരെല്ലാം കൈകൂപ്പി വണങ്ങി നിന്നു ശ്രീരാമന്റെ മുമ്പിൽ. സുഗ്രീവൻ തുടർന്നു: രാമചന്ദ്ര, ഇതാ ഇക്കാണുന്ന 7 കരിമ്പനകൾ ബാലിക്ക് മൽപ്പിടുത്തത്തിനുള്ളവയാണ്. ഇന്ദ്രപുത്രനായ ബാലി ഇവയെ പിടിച്ചു കുലുക്കുമ്പോൾ ഇലകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴും. വൃത്തത്തിൽ വളർന്ന് പൊങ്ങി നിൽക്കുന്ന ഈ സൽക്കസാലങ്ങളെയും ഒരമ്പെയ്ത് നിലത്ത് വീഴ്ത്താമെങ്കിൽ ബാലിയെ വധിക്കാം. അത് കേട്ട രാമചന്ദ്രൻ പെട്ടെന്ന് വില്ല് നല്ലോണം കുഴിയെ കുലച്ച് ഒരു ബാണം തൊടുത്തുവിട്ടു. ആ ബാണം സപ്തസാലങ്ങളെയും പിളർന്ന ശേഷം ഭൂമിയും പർവ്വതവും ഭേദിച്ച് വീണ്ടും ജ്വലിച്ചടങ്ങി രാമതോണീരത്തിൽ വന്ന് സ്ഥാനം പിടിച്ചു. അതുകണ്ട് വിസ്മയസ്തബ്ധനായ സുഗ്രീവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി: സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാൺമാനുമെനിക്ക് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. ഇപ്രകാരം ഭക്തിയോട് സ്തുതിക്കുന്നത് കേട്ട് ശ്രീരാമചന്ദ്രൻ അത്യന്ത ആനന്ദത്തോടെ സുഗ്രീവനെ ആലിംഗനം ചെയ്തു. ശ്രീരാമദേവന്റെ അംഗസ്പർശം കൊണ്ട് അജ്ഞാനമകന്നവനായി തീർന്ന സുഗ്രീവനെ കാര്യസിദ്ധിക്കു വേണ്ടി മായാമോഹിതനാക്കിയ ശേഷം രാമചന്ദ്രൻ ചിരിച്ചുകൊണ്ട് അരുളി ചെയ്തു: നീ പറഞ്ഞതെല്ലാം പരമാർത്ഥമാണ്. പോകൂ, ഒരു നിമിഷം പോലും വൈകാതെ ബാലിയെ യുദ്ധത്തിന് വിളിക്കും. അവനെ കൊന്ന് രാജ്യം നിനക്ക് തന്ന് രക്ഷിക്കുന്നുണ്ട്. ശ്രീരാമവചനം കേട്ട് സന്തുഷ്ടനായ സുഗ്രീവൻ നേരെ കിഷ്കിന്ധാപുരിയിലേക്ക് നടന്നു. കൂടെ രാമലക്ഷ്മണന്മാരും മന്ത്രിമാരും. സുഗ്രീവൻ സധൈര്യം ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. രാമലക്ഷ്മണന്മാരും വാനരമന്ത്രിമാരും മിത്രഭാവത്തിൽ വൃക്ഷത്തിന്റെ മറവിൽ നിന്നു. അനുജനായ സുഗ്രീവൻ പതിവില്ലാതെ പോരിന് വിളിക്കുന്നത് കേട്ട് കോപിഷ്ഠനായ ബാലി അലറിക്കൊണ്ട് ഓടിയടുത്തു. സുഗ്രീവൻ സർവശക്തിയും സംഭരിച്ച് ബാലിയുടെ നെഞ്ചത്തിടിച്ചു. ഒരിടിക്ക് പകരം ബാലി ശക്തിയേറിയ കരങ്ങൾ കൊണ്ട് 100 അടി പകരം കൊടുത്തു. അതിഭയങ്കരമായ യുദ്ധം തന്നെ നടന്നു. രണ്ടുപേരും ക്ഷണനേരം കൊണ്ട് രക്തത്തിൽ കുളിച്ച് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിലായി. സുഗ്രീവനേത് ബാലിയേത് എന്നറിയാൻ പാടില്ലാത്തതിനാൽ ബാണം പ്രയോഗിക്കാൻ കഴിയാതെ ശ്രീരാമൻ കുഴങ്ങി നിന്നു. ഒടുവിൽ ബാലിയുടെ കടുത്ത ഇടിയേറ്റ് രക്തം ഛർദ്ദിച്ചുകൊണ്ട് തിരിച്ചോടിയ സുഗ്രീവൻ നേരെ ശ്രീരാമനെ സമീപിച്ച് കോപവും താപവും കൊണ്ട് വിറപൂണ്ടവനായി തട്ടിക്കയറി. നന്നായി. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കുകയായിരുന്നു അങ്ങയുടെ ആഗ്രഹം. എന്നെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് അങ്ങയുടെ അസ്ത്രം കൊണ്ട് തന്നെ ആകാമായിരുന്നില്ലേ? ഞാൻ അങ്ങയുടെ സത്യത്തെ പ്രമാണമായി കരുതി. പക്ഷേ അത് വ്യർത്ഥമായി. സ്നേഹിത സുഗ്രീവ,
ഭയപ്പെടാതിരിക്കും. ഘോര യുദ്ധത്തിനിടയിൽ നിന്നെ തിരിച്ചറിയാൻ പാടില്ലാതായിപ്പോയി. ഞാൻ പ്രയോഗിക്കുന്ന അസ്ത്രം സുഹൃത്തിനായി പോകുമോ എന്ന് ഭയന്നു നിന്നുപോയി. ലക്ഷ്മണ, സുഗ്രീവനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു പുഷ്പമാല്യം അവന്റെ കഴുത്തിൽ അണിയിച്ച് പോരിനയിക്കും. ശ്രീരാമദേവൻ പറഞ്ഞതനുസരിച്ച് ഒരു പുഷ്പഹാരം സുഗ്രീവന്റെ കഴുത്തിലിട്ട് യുദ്ധത്തിനയച്ചു. വീണ്ടും കിഷ്കിന്ധാപുരിയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് സിംഹനാദം മുഴക്കി ബാലി യുദ്ധത്തിന് വിളിച്ചു സുഗ്രീവൻ. കോപാകുലനായി ബാലി പൊരുതാനിറങ്ങി. താര ബാലിയെ തടഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ പറഞ്ഞു, നാഥ, എന്റെ മനസ്സ് വല്ലാതെ സംശയിക്കുന്നു. യുദ്ധത്തിൽ പരാജിതനായ സുഗ്രീവൻ വീണ്ടും പെട്ടെന്ന് പോരിന് വിളിക്കണമെങ്കിൽ ഏതോ പ്രബല ശക്തികൾ അയാൾക്ക് സഹായത്തിനുണ്ടാവുമെന്ന്. പ്രിയേ, നിന്റെ കൈമാറ്റൂ. എന്നെ തടുക്കരുത്. ഒന്ന് നീ മനസ്സിലാക്കൂ. അവൻ ആരാണ് ബന്ധുവായിട്ടുള്ളത്? മറ്റാർക്കും എന്നോട് വിരോധത്തിന് വകയുമില്ല. ആരെങ്കിലും അവന് ബന്ധുവായി വന്നിട്ടുണ്ടെങ്കിൽ അവനും എന്റെ കൈകൊണ്ട് മരിക്കും. മുൻപിൽ വന്നു നിന്ന് ഒരുത്തൻ യുദ്ധത്തിന് വിളിച്ചാൽ ധീരനായ ഒരുവൻ അടങ്ങിയിരിക്കാൻ ഒക്കുമോ? നീ ഭയപ്പെടാതിരിക്കേ. അവനെ ഞൊടിയിടയിൽ തകർത്തിട്ട് വേഗം മടങ്ങി വരുന്നുണ്ട്. പ്രാണേശ്വര, നമ്മുടെ മകൻ അങ്കദൻ നായാട്ടിന് പോയി മടങ്ങി വന്ന് ചില വർത്തമാനങ്ങൾ അറിയിച്ചു. അതങ്ങ് കേട്ടാലും. ദശരഥപുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും രാമപത്നിയായ സീതയും ദണ്ഡകാരണ്യത്തിൽ തപസ് ചെയ്യാൻ വന്നു പാർക്കുമ്പോൾ രാവണ രാക്ഷസൻ സീതയെ കട്ടുകൊണ്ട് കടന്നു. അവളെ അന്വേഷിച്ച് നടക്കുമ്പോൾ സുഗ്രീവനെ കണ്ടുമുട്ടി. അവർ സഖ്യം ചെയ്ത് അവിടെ കഴിയാണ് പോലും. അങ്ങയെ വധിച്ച് കിഷ്കിന്ധയിൽ സുഗ്രീവനെ വാഴിക്കണമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു അത്രേ. അങ്ങ് രാമനെ ശരണം പ്രാപിച്ച് എന്നെയും അങ്കദനെയും രാജ്യത്തെയും അങ്ങയുടെ വംശത്തെയും രക്ഷിക്കും. താരേ, സ്ത്രീ സ്വഭാവം കൊണ്ട് നീ ഭയപ്പെടുകയാണ്. പ്രിയേ, എനിക്കൊട്ടും ഭയമില്ല. രാമലക്ഷ്മണന്മാരാണ് വന്നതെങ്കിൽ അവരെന്നോട് ചേരും. എന്നെപ്പോലെ രാമനെ സ്നേഹിക്കുന്ന ഒരാൾ വേറെ കാണില്ല. സാക്ഷാൽ മഹാവിഷ്ണുവാണ് രാമൻ. ഭൂമിഭാരം ഒഴിവാക്കാൻ നാരായണമൂർത്തി അവതരിച്ചിരിക്കുകയാണ്. ഭഗവാന് പക്ഷഭേദമില്ലല്ലോ. നിർഗുണനും ഏകനും ആത്മാരാമനുമല്ലേ ഈശ്വരൻ. ഞാൻ ആ ചരണാംബുജത്തിൽ വീണ് നമസ്കരിച്ച് ഇങ്ങു കൂട്ടിക്കൊണ്ടുവരും. സുഗ്രീവനേക്കാൾ എന്നെക്കൊണ്ട് പല ഉപകാരങ്ങളും അദ്ദേഹത്തിനുണ്ടാകും. നീ സമാധാനമായിരിക്കേ. താരയെ സമാധാനിപ്പിച്ച ശേഷം ബാലി കഠിനമായ കോപത്തോടെ പല്ലും കടിച്ചലറിക്കൊണ്ട് സുഗ്രീവനെ നിഗ്രഹിക്കുവാനായി പുറപ്പെട്ടു. പരസ്പരം മുഷ്ടികൾ ചുരുട്ടി ദിക്കുകൾ കിടുങ്ങുമാറിടിക്കുകയും ചവിട്ടുകയും കെട്ടിമറിയുകയും കടിക്കുകയും മാന്തുകയും ചെയ്തുകൊണ്ട് ഉഗ്രമായ പോരാട്ടം നടന്നു. കാലനും കാലനും തമ്മിലെന്ന പോലെ, സമുദ്രവും സമുദ്രവും തമ്മിലെന്ന പോലെ, പർവ്വതവും പർവ്വതവും തമ്മിലെന്ന പോലെ യുദ്ധം തുടർന്നു. സുഗ്രീവന്റെ ശരീരം വല്ലാതെ തളർന്നു, പരവശനായി. ശ്രീരാമനെ ഇടയ്ക്കിടയ്ക്ക് ദയനീയമായി നോക്കി. ആ സന്ദർഭത്തിൽ ശ്രീരാമചന്ദ്രൻ ബാലിയുടെ മാറിടം ലക്ഷ്യമാക്കി വൃക്ഷക്കൂട്ടത്തിൽ മറഞ്ഞു നിന്ന് ഇന്ദ്രാസ്ത്രം തൊടുത്തുവിട്ടു. അത് ബാലിയുടെ മാറിൽ തറച്ചു. ഒരലർച്ചയോടെ ബാലി തറയിൽ വീണു. ആ വീഴ്ചയിൽ ഭൂമിയും ഒന്ന് കുലുങ്ങി. അത് കണ്ട് ഹനുമാൻ രാമചന്ദ്രനെ കൂപ്പി സ്തുതിച്ചു. ബാണജാപങ്ങൾ ധരിച്ച് ജടാവൽക്കലങ്ങളോടെ മുന്നിൽ നിൽക്കുന്ന ശ്രീരാമനെ കണ്ട് കോപദുഃഖങ്ങൾ കലർന്ന മനസ്സോടെ ബാലി ഇപ്രകാരം പറഞ്ഞു: രാമചന്ദ്ര, ഞാൻ എന്ത് തെറ്റാണ് അങ്ങയോട് ചെയ്തത്? എന്തിനെന്റെ നേർക്ക് അമ്പയച്ചു? അങ്ങ് രാജകുലത്തിൽ പിറന്നവനല്ലേ? ഇങ്ങനെ ഒളിച്ചു നിന്ന് വധിച്ചതുകൊണ്ട് എന്ത് കീർത്തിയാണ് അങ്ങേക്ക് കിട്ടിയത്? നേരെ നിന്ന് പൊരുതി ഭരിക്കുന്നതല്ലേ വീരധർമ്മം? എന്നെ കൊണ്ടാകാത്ത ഏത് കാര്യമാണ് സുഗ്രീവനാൽ അങ്ങേക്ക് ചെയ്യാൻ കഴിയുക? അങ്ങയുടെ പത്നിയെ കട്ടുകൊണ്ടുപോയ രാവണന്റെ ലങ്കാപുരിയെ അപ്പാടെ ഇളക്കി സീതാദേവിയോടൊപ്പം അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുവാൻ ഈ കൈകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ധർമ്മിഷ്ഠനാണ് അങ്ങ് എന്ന് ലോകം വാഴ്ത്തുന്നു. ഇതുകൊണ്ട് എന്ത് ധർമ്മമാണ് നേടിയതെന്ന് അറിയുന്നില്ല. വെറുമൊരു കാട്ടാളനെ പോലെ അങ്ങൊരു വാനരനെ ചതിച്ചു കൊന്നതിൽ ലജ്ജിക്കുന്നില്ലേ? ഇന്ദ്രപുത്ര, ധർമ്മ സംരക്ഷണമാണ് എന്റെ കടമ. പാപിയും അധർമ്മിഷ്ഠനുമായ നിന്നെയാണ് ഞാൻ വധിച്ചത്. പുത്രിയും സഹോദരിയും സഹോദര ഭാര്യയും പുത്രഭാര്യയും മാതാവിന് തുല്യരായി കാണേണ്ടവരാണ്. മോഹാവേശം കൊണ്ട് ഇവരിൽ ആരെയെങ്കിലും പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ച് പാപിയാണ്. നീ ചെയ്തതെന്താണെന്ന് ഓർത്തു നോക്കൂ. ഭഗവാനെ,
അടിയന്റെ അപരാധം ക്ഷമിക്കണം. അങ്ങയുടെ ശരമേറ്റ് ജീവൻ വെളിയാനിടവന്നത് ഭാഗ്യമായി ഞാൻ കരുതുന്നു. അങ്ങയുടെ ലോകത്തേക്ക് പോകാൻ തുടങ്ങുന്ന എന്നെ അനുഗ്രഹിച്ചാൽ എന്നെപ്പോലെ ബലവാനായ എന്റെ പുത്രൻ അംഗദനിൽ കരുണയുണ്ടാകണം. സുഗ്രീവനെയും അംഗദനെയും അവിടുന്ന് കൈക്കൊണ്ടാലും എന്റെ മാറിൽ തറച്ചിരിക്കുന്ന അമ്പെടുത്ത് മാറ്റി തൃക്കൈ കൊണ്ട് തലോടിയാലും. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ബാലിയുടെ മാറിൽ നിന്നും ബാണം വലിച്ചൂരി ആ മാറത്ത് മെല്ലെ തലോടി. ബാലി വാനര ശരീരം വെടിഞ്ഞ് ശ്രീരാമപാദത്തിൽ വിലയം പ്രാപിച്ചു. വാനര സമൂഹം കിഷ്കിന്ധാപുരിയിൽ പ്രവേശിച്ച് രാമബാണമേറ്റ് ബാലി വിഷ്ണുപദം പ്രാപിച്ച വിവരം താരയെ അറിയിച്ചു. മാത്രമല്ല കിഷ്കിന്ധ മഹാപുരിയിൽ അംഗദനെ വാഴിക്കാനും ഗോപുരവാതിൽ 4 ദൃഢമായി ബന്ധിച്ച് സൂക്ഷിക്കാനും എല്ലാം രഹസ്യമായി വേണമെന്നും നിർദ്ദേശിച്ചു. താര അതൊന്നും ശ്രവിക്കാതെ കണ്ണുനീരൊഴുക്കി മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ബാലിയുടെ മൃതശരീരത്തിനടുത്ത് പുത്രനുമൊന്നിച്ചു ചെന്ന് ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നിട്ട് ശ്രീരാമചന്ദ്രനോടായി പറഞ്ഞു, സ്വാമി, അവിടുന്ന് എന്നെയും കൂടി അമ്പെയ്ത് കൊന്നേക്കൂ. ഭർത്താവിനോടൊപ്പം പോകുന്നതല്ലേ ഭാര്യാധർമ്മം. ശ്രേഷ്ഠനായ അവിടുന്ന് ഭാര്യാവിയോഗ ദുഃഖം അനുഭവിക്കുന്ന ആളല്ലേ. വേഗം എന്നെയും വധിച്ച് നാഥനോട് ഒന്നിച്ചയക്കൂ. താരേ, വൃഥാ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വങ്മാംസരക്താസ്ഥി കൊണ്ടടോ നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടാകായിക അതു നിനച്ചേതുമേ. രാമചന്ദ്ര, അവിടുന്ന് അരുളി ചെയ്തു, അനങ്ങാത്ത തടിക്ക് തുല്യമാണ് ശരീരമെന്നും നിത്യമായുള്ളത് ജീവനാണെന്നും. അങ്ങനെയാണെങ്കിൽ സുഖദുഃഖാദി ബന്ധങ്ങൾ എന്തിനാണുള്ളത്? ശരീരത്തിനാണോ ജീവനാണോ? താരേ, പരമരഹസ്യമായ ആ തത്വം ഞാൻ നിനക്ക് ഉപദേശിക്കാം. ഏതുവരെ ദേഹം, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം എന്നീ ഭേദഭാവങ്ങളുടെ ബന്ധമുണ്ടാകുന്നുവോ അത്രയും നാൾ ആത്മാവിൽ സംസാരം എത്തിച്ചേരുന്നു. അതിന് കാരണം തികച്ചും അജ്ഞാനമാണ് താനും. ആത്മജ്ഞാന ശൂന്യമായ മനസ്സിൽ അഹംകൃതി അങ്കുരിക്കുന്നു. അവിടെ അർത്ഥശൂന്യമായ സംസാരം ആവേശിക്കുന്നു. സംസാരം രാഗരോഷാദികൾ നിറഞ്ഞതാണ്. മനസ്സ് അതിന് കാരണവും. ആത്മമനസ്സുകൾക്ക് സമാനഭാവം ഉള്ളതുകൊണ്ട് ആത്മാവിന് മനസ്സിന്റെ ബന്ധഭാവങ്ങൾ സിദ്ധിക്കുന്നു. രക്തം പുരണ്ടാൽ സ്ഫടികവും രക്തവർണമായി തീരും. വാസ്തവത്തിൽ സ്ഫടികത്തിന് ആ നിറമുള്ളതാണോ? ആത്മലിംഗമായ മനസ്സിനെ താൽപര്യത്തോടെ സ്വീകരിച്ച് അതിന്റെ സ്വഭാവങ്ങളായ ആഗ്രഹങ്ങളെ സത്വാദി ഗുണങ്ങളാൽ ബന്ധിച്ച് അതിൽ മുഴുകിക്കഴിയുക നിമിത്തം അവശനായി സംസാരത്തിൽ മനുഷ്യൻ വലയുന്നു. ഇപ്രകാരം കർമ്മശക്തി കൊണ്ട് ജീവൻ ഭൂതങ്ങളുടെ നാശം വരെ, പ്രളയം വരെ കറങ്ങിത്തിരിയുന്നു. വീണ്ടും സൃഷ്ടികാലം വരുമ്പോൾ പൂർവജന്മവാസനയ്ക്കനുസരണമായി ജനിക്കുന്നു. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മായാബലത്താൽ ഉണ്ടാകുന്ന ഈ അവസ്ഥയ്ക്ക് എങ്ങനെ മാറ്റമുണ്ടാകും എന്ന് പറയാം. അവനവന്റെ പുണ്യവിശേഷം കൊണ്ട് എപ്പോഴാണോ സത്തുക്കളുമായുള്ള സഹവാസം ലഭിക്കുന്നത്, അപ്പോൾ എന്റെ ഭക്തനായ ശാന്താത്മാവിന് എന്നിൽ ഭക്തിയും എന്റെ കഥകൾ ശ്രവിക്കുന്നതിൽ താല്പര്യവും ജനിക്കുന്നു. കൂടാതെ എന്റെ യഥാർത്ഥ രൂപജ്ഞാനവും ഗുരുനാഥനിൽ നിന്നും തത്വമസി എന്ന് തുടങ്ങിയ വിശിഷ്ട വാക്യങ്ങളുടെ അന്തരാർത്ഥവും സിദ്ധിക്കുന്നു. അപ്പോൾ ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മാവ് എന്ന യഥാർത്ഥ ജ്ഞാനവും ഉണ്ടാകുന്നു. മാത്രമല്ല, അത് സത്യവും ആനന്ദവും ഏകവും നിത്യവും നിർഗുണവുമാണെന്നറിയുമ്പോൾ മുക്തിയും ലഭിക്കുന്നു. ഈ തത്വം മനസ്സിൽ വിചാരിക്കുന്നവന് സംസാര ദുഃഖം ഉണ്ടാവുകയില്ല. താരെ, ദുഃഖം ഉപേക്ഷിച്ച് എന്റെ രൂപധ്യാനത്തോടും വാക്കുകൾ സ്മരിച്ചു കഴിഞ്ഞുകൂടുക. നിനക്ക് മോക്ഷം കൈവരും. ശ്രീരാമോപദേശം കേട്ട്
ആനന്ദസാഗരത്തിൽ ആറാടി നിന്ന താര അതീവ വിസ്മയത്തോടെ ആ പാദങ്ങളിൽ വീണ് വണങ്ങി. രാമചന്ദ്രനുമായുള്ള സമാഗമ ഫലമായി താരയ്ക്ക് ആത്മജ്ഞാനം ലഭിച്ചു. സുഗ്രീവനും വിജ്ഞാനത്തിന്റെ വെളിച്ചം വീണ മനസ്സുമായി സ്വസ്ഥത നേടി. തുടർന്ന് രാമചന്ദ്രന്റെ കൽപ്പനപ്രകാരം അംഗദനെ കൊണ്ട് ബാലിയുടെ സംസ്കാര കർമ്മങ്ങളെല്ലാം നിർവഹിപ്പിച്ച ശേഷം രാമസന്നിധിയിൽ വന്ന് സുഗ്രീവൻ പറഞ്ഞു: രാമചന്ദ്ര, അവിടുന്ന് തന്നെ ദയവായി രാജ്യത്തെ രക്ഷിക്കണം. ഞാൻ അങ്ങയുടെ ദാസനായി ലക്ഷ്മണനോടൊപ്പം ആ പാദങ്ങളെ സേവിച്ചു കൂടെ നടന്നുകൊള്ളാം. സുഗ്രീവ, 14 സംവത്സരം പൂർത്തിയാകുന്നതുവരെ ഞാൻ ഒരു നഗരത്തിലും പ്രവേശിക്കുകയില്ല. നീ തന്നെയാണ് ഞാൻ. സന്തോഷത്തോടെ പോയി രാജ്യാധിപത്യം വഹിക്കൂ. ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവൻ രാജ്യഭാരമേറ്റു. രാമചന്ദ്രൻ ലക്ഷ്മണനുമായി പ്രവർഷണം എന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ പ്രവേശിച്ചു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വലിയ ഗുഹ കാണാനിടയായി. സ്വർണമയമായ പ്രദേശം, മഹാരത്നങ്ങളുടെ പ്രകാശം വിതറുന്ന സ്ഥലം, കാറ്റും ചൂടും തണുപ്പും മഴയും ഒന്നും ബാധിക്കാത്ത വിധത്തിൽ പലജാതി മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന പ്രദേശം. അവിടം തന്നെ രാമചന്ദ്രൻ വാസയോഗ്യമായ സ്ഥലമായി സ്വീകരിച്ചു. സിദ്ധന്മാരും യോഗിവര്യന്മാരും പക്ഷിമൃഗാദി രൂപം ധരിച്ച് പക്ഷിവാഹനനായ ഭഗവാനെ ദർശിച്ച് ഭക്തിപൂർവ്വം ഭജിച്ചു. ചരാചരങ്ങളെല്ലാം ദേവനെ ദർശിച്ച് സുഖനിർവൃതി നേടി. അങ്ങനെ കഴിയവേ ഒരു ദിവസം ഹനുമാൻ കിഷ്കിന്ധാപുരിയിൽ സുഗ്രീവ സന്നിധിയിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു: വാനരശ്രേഷ്ഠനായ സുഗ്രീവ, അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ കാര്യങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ ചെയ്തു തന്നു. നീ നിമിത്തം മഹാബലവാനായ ബാലി മരിച്ചു. നിനക്ക് രാജ്യവും കളത്രവും തിരിച്ചു കിട്ടി. നീ ആരാധ്യനായിട്ട് ഭാര്യയും ഒന്നിച്ചെല്ലാം മറന്നു കഴിയുക. പക്ഷേ നിന്റെ ഈ ജീവിതം ഇന്നോ നാളെയോ മറ്റന്നാളോ അവസാനിച്ചേക്കാം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്ത് പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനീ സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വകം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകളെത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. മാരുതേ, നിന്നെപ്പോലെ വിശ്വസ്തനായ മന്ത്രിയുള്ളൊരു രാജാവിന് ഒരിക്കലും ആപത്തുണ്ടാവുകയില്ല. ഞാനിത് ആജ്ഞാപിക്കുന്നു. ഉടൻ തന്നെ സപ്തദ്വീപവാസികളായ വാനശ്രേഷ്ഠന്മാരെ വരുത്തുവാൻ സന്ദേശപത്രവും കൊടുത്ത് 10,000 കവിവീരന്മാരെ 10 ദിക്കിലും അയക്കുക. ഒരു പക്ഷത്തിനുള്ളിൽ വന്നു ചേരാത്തവർക്ക് മരണശിക്ഷയാണെന്നും അറിയിക്കൂ. പരമഭക്തനായ ഹനുമാൻ 10 ദിക്കിലേക്കും വാനരകുലത്തെ പറഞ്ഞയച്ചു വായുവേഗത്തിൽ എല്ലാവരെയും വരുത്താൻ വേണ്ടി. ശ്രീരാമനാകട്ടെ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ സീതാവിയോഗ ദുഃഖം താങ്ങാനാവാതെ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു: പാപമയ്യോ മമ കാൺക കുമാരനീ, ജാനകീ ദേവി മരിച്ചിതോ കുത്രച്ചിൽ. മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതും അറിഞ്ഞതുമില്ലല്ലോ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോം, ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ. ജ്യേഷ്ഠ, അവിടുന്ന് ആജ്ഞാപിച്ചാൽ ഇപ്പോൾ തന്നെ ആ ദ്രോഹിയെ വധിക്കുന്നുണ്ട്. ഇതാ അമ്പും വില്ലും ഞാൻ എടുത്തു കഴിഞ്ഞു. അനുജ, അവൻ വധ്യനല്ല,
ഭയപ്പെടുത്താനേ പാടുള്ളൂ. ബാലിയെപ്പോലെ നിനക്കും ഉടനെ യമപുരിക്ക് പോകാം എന്നവനോട് പറയുക. അതിനവൻ പറയുന്ന മറുപടി കേട്ടിട്ട് വേണ്ടത് പിന്നെ ചെയ്യാം. ശ്രീരാമചന്ദ്രന്റെ കൽപ്പനയനുസരിച്ച് ലക്ഷ്മണകുമാരൻ കുപിതനായി സുഗ്രീവനെ സമീപിച്ചു. ലക്ഷ്മണൻ ഒന്നുകൂടെ വില്ല് നല്ലോണം വളച്ച് ഞാൻ ബന്ധിച്ചു. ലക്ഷ്മണനെത്തിയ വിവരം എങ്ങനെയോ അംഗദൻ അറിഞ്ഞ് ഓടി അടുത്ത് എന്ന് നമസ്കരിച്ചു. ലക്ഷ്മണൻ അംഗദനെ മാറോട് ചേർത്ത് പുണർന്നുകൊണ്ട് പറഞ്ഞു, അങ്കദ, നിന്റെ പിതൃ സഹോദരനായ സുഗ്രീവനെ കണ്ടു പറയൂ, ഈ ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്ന്. അഭിലഷിച്ച കാര്യം സാധിച്ചു കൊടുത്ത മിത്രത്തെ വഞ്ചിക്കുന്നത് അനർത്ഥങ്ങൾക്കിടയാക്കുമെന്ന് അറിയിക്കൂ. രാമചന്ദ്രൻ സുഗ്രീവനെ വധിക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. പോയി പറയൂ. ഇളയച്ഛ, അതാ ലക്ഷ്മണൻ ഗോപുരദ്വാരത്തിൽ കോപിഷ്ഠനായി വന്നു നിൽക്കുന്നു. വേഗം ചെന്ന് വണങ്ങിയാലും. മാരുതേ, വേഗം പോയി ലക്ഷ്മണകുമാരനെ സാന്ത്വനപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെയാവട്ടെ. ഹനുമാനും അംഗദനും കൂടി ലക്ഷ്മണകുമാരനെ ക്ഷണിച്ച് അന്തഃപുരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ മഹാലക്ഷ്മിക്ക് തുല്യമായ സൗന്ദര്യത്തോടെ നിൽക്കുന്ന താരയെ കണ്ടു. അവൾ ഭക്തിപൂർവ്വം സ്വീകരിച്ചു. മധുരമായി സംസാരിച്ചു. 10 ദിക്കിലേക്കും 10 സഹസ്രം വാനരദൂതന്മാരെ അയച്ച വിവരവും സകല വാനരസേനകളും എത്തിച്ചേർന്ന കാര്യവും ലക്ഷ്മണനെ വിനയപൂർവ്വം താര അറിയിച്ചു. താരയുടെ വാക്കുകൾ കേട്ടുകഴിഞ്ഞ് ലക്ഷ്മണന് സുഗ്രീവനെ ചെന്ന് കണ്ടു. പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് സുഗ്രീവൻ. ഞൊടിയിട കൊണ്ട് വില്ലുകുലച്ച് എത്ര വലിയ ശത്രുവിനെയും വധിക്കാൻ കെൽപ്പേറുന്ന കരുത്തനാണ് ലക്ഷ്മണൻ. സുഗ്രീവൻ ലക്ഷ്മണകുമാരനെ കണ്ട ഉടനെ ചാടി എണീറ്റ് വന്ദിച്ചു. ഭയചകിതനായി നോക്കി. അത് കണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, നീ ശ്രീരാമചന്ദ്രനെ മറന്നു അല്ലേ? ബാലിയെ വധിച്ച ബാണം അദ്ദേഹത്തിന്റെ തൂണീരത്തിലുണ്ടെന്ന കാര്യം മറക്കരുത്. ജ്യേഷ്ഠന്റെ വഴിക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ലക്ഷ്മണകുമാര, സുഗ്രീവൻ മറന്നിരിക്കുകയല്ല. അങ്ങ് കാണുന്നില്ലേ നാനാദിക്കുകളിൽ നിന്നും എത്തിച്ചേർന്ന വാനര സമൂഹത്തെ? ഇത് കേട്ട ലക്ഷ്മണൻ അല്പം വിഷമിച്ചു നിൽക്കുമ്പോൾ അർഘ്യപാദ്യാദികളോട് സുഗ്രീവനെത്തി ലക്ഷ്മണന്റെ പാദങ്ങളിൽ പലവട്ടം വീണ് നമസ്കരിച്ചു. സുഗ്രീവ, ഞാൻ പരുഷമായി പലതും സംസാരിച്ചു അല്ലേ? ക്ഷമിക്കൂ. നിന്നോടുള്ള സ്നേഹവാത്സല്യ വിശ്വാസങ്ങളാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. ഉടനെ തന്നെ ശ്രീരാമ സന്നിധിയിലേക്ക് ചെല്ലാൻ ശ്രമിക്കൂ. എല്ലാ പരിവാരങ്ങളോടും കൂടി ലക്ഷ്മണനും സുഗ്രീവനും രാമചന്ദ്രനെ കാണാൻ പുറപ്പെട്ടു. ഗുഹാമുഖത്ത് ശിലാതലത്തിലിരിക്കുന്ന രാമചന്ദ്രനെ കണ്ട് ആ പാതാരബിന്ദങ്ങളിൽ ഭക്തിയോടെ വണങ്ങി. സുഗ്രീവൻ പറഞ്ഞു, ദയാനിധി, ഈ വന്നു നിൽക്കുന്ന വാനരപ്പടയെ ദയവായി അവിടുന്ന് തൃക്കൺ പാർത്താലും. ഇവർ പല പല മഹാപർവ്വതങ്ങളിൽ ജനിച്ചവരും ദീപശൈലങ്ങളിൽ വസിക്കുന്നവരുമാണ്. പർവ്വത ശരീരികളും ബലശാലികളുമായ ഇവർക്ക് നിശാചരന്മാർ നിസാരന്മാരാണ്. 10 ആനകളുടെ ബലമുള്ളവരും സിംഹപരാക്രമികളും ഇന്ദ്രനീല കല്ലുപോലെ തിളങ്ങുന്നവരും സ്വർണശരീരികളും രക്തനേത്രന്മാരും നീണ്ട വാലുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട്. മഹാപരാക്രമികൾ എല്ലാവരും അവിടുത്തെ ആജ്ഞ പാലിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിവുള്ളവരാണിവർ. സുഗ്രീവ, എന്റെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നീ തന്നെ ഇവരെ വേണ്ട വിധം വിനിയോഗിക്കൂ. സീതാദേവി എത്രയും വേഗം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് ഓർമ്മയിരിക്കട്ടെ. ആരവിടെ? ഇത് കേൾക്കുവിൻ. 100,000 വാനരശ്രേഷ്ഠന്മാർ വീതം ഓരോ ദിക്കിലേക്കും പോകട്ടെ. അത്യുന്നതന്മാരായ പലരും ചേർന്ന് ദക്ഷിണ ദിക്കിലേക്കും പോകട്ടെ. ഇന്നു മുതൽ 30 ദിവസത്തിനുള്ളിൽ ദേവിയെ കണ്ടുപിടിക്കാതെ മടങ്ങി വരുന്നവനെ മരണശിക്ഷയായിരിക്കും ലഭിക്കുക. നിശ്ചയം. വാനരന്മാരെല്ലാം പല ദിക്കിലേക്കും പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഭക്തിപൂർവ്വം ശ്രീരാമചന്ദ്രനെ തൊഴുതു നിന്ന മാരുതിയെ അരികിൽ വിളിച്ച് ഇങ്ങനെ കൽപ്പിച്ചു, ഹനുമൻ, സീതാദേവിയെ കണ്ടാൽ അവൾക്ക് വിശ്വാസം വരുന്നതിനായി ഇതാ എന്റെ പേര് കുത്തിയ ഈ മോതിരം ദേവിയെ ഏൽപ്പിക്കൂ. എന്റെ കാര്യം വേണ്ട വിധം നിർവഹിക്കുന്നതിന് നിന്നെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അത് കേട്ട് ഭക്തിപുരസ്സരം ഹനുമാന്റെ നേതൃത്വത്തിലുള്ള വാനരസംഘം രാക്ഷസേശ്വരനായ രാവണൻ പാർക്കുന്ന തെക്ക് ദിക്കിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അങ്ങനെ പല പർവ്വതങ്ങളും നഗരങ്ങളും ഗ്രാമങ്ങളും കടന്ന്
ഇരുട്ട് കട്ടിപിടിച്ചു കിടക്കും പോലെ ഭീതിജനകമായ ഒരു കൊടുങ്കാട്ടിൽ ചെന്നുവിട്ടു. ദാഹിച്ച് തൊണ്ടയും നാവും ഉണങ്ങി വരണ്ടു. അങ്ങനെ ഉണങ്ങി വരേണ്ട നാവുകളോടും കണ്ഠങ്ങളോടും കൂടെ നടന്നു നടന്ന് വല്ലികളാലും തൃണങ്ങളാലും മൂടപ്പെട്ട ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്നും നനഞ്ഞ ചിറകുകളോടുകൂടിയ ക്രൗഞ്ചപ്പക്ഷികളും അരയന്നങ്ങളും പറന്നു പോകുന്നത് കണ്ട് ആർത്തി പൂണ്ട് ആ സ്ഥലത്തിറങ്ങിച്ചെന്നു. ഹനുമാൻ ആദ്യമിറങ്ങി. കുറെ ചെന്നപ്പോൾ ആർക്കും തമ്മിൽ കാണാൻ പാടില്ലാത്ത വിധം ഇരുട്ട് വ്യാപിച്ചു. പിന്തിരിയാതെ അവർ കൈകോർത്ത് പിടിച്ചു നടന്നു വളരെ ദൂരം. അതാ പെട്ടെന്ന് അവർക്ക് അതിമനോഹരമായ നയനാനന്ദകരമായ ഒരു സ്ഥലം കാണാനിടയായി. സ്ഫടികം പോലെ തിളങ്ങുന്ന ജലം നിറഞ്ഞ കുളങ്ങൾ അവിടെ കണ്ടു. പക്വഫലങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങൾ, വാസയോഗ്യങ്ങളും ഭക്ഷണപാനീയങ്ങൾ നിറഞ്ഞതും വസ്ത്രങ്ങളും രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ചതുമായ കെട്ടിടങ്ങൾ, മനുഷ്യരില്ലാത്ത ഇടം, ദേവലോക സമാനമായ സ്ഥലം. അവിടെ രത്നങ്ങളും സ്വർണവും കൊണ്ട് നിർമ്മിച്ച ഒരു പീഠത്തിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് അവർ കണ്ടു. നിശ്ചല ധ്യാന നിരതയായി ജടാവൽക്കലങ്ങൾ ധരിച്ച് ജ്വലിക്കുന്ന അഗ്നിക്ക് തുല്യം അവർ ഇരിക്കുന്നു. പാവനയായ ആ തേജസ്വിനിയെ കണ്ട് സന്തുഷ്ടമായ മനസ്സോടും ഭക്തിയോടും കൂടി വണങ്ങി നിന്ന വാനരസംഘത്തെ കണ്ട് വിനീതയായി ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? എങ്ങനെ വഴി അറിഞ്ഞു വന്നു? എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാം വിശദമായി പറയുവിൻ. ഇത് കേട്ട് പരമഭക്തനായ ഹനുമാൻ മുമ്പോട്ട് വന്ന് ഭക്തിപൂർവം വണങ്ങി നിന്ന് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കേൾപ്പിച്ചു. രാമകഥകളെല്ലാം കേട്ട ഉടനെ ആ യോഗിനി പറഞ്ഞു, നിങ്ങൾ ഫലമൂലാദികൾ കഴിച്ച് അമൃതപാനം ചെയ്ത് വേഗം വരുവിൻ. എല്ലാ കഥകളും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. യോഗിനിയുടെ നിർദ്ദേശപ്രകാരം വാനര സമൂഹം ആവശ്യാനുസരണം ഭക്ഷണം കഴിച്ച് അമൃതപാനവും കഴിഞ്ഞ് മനസ്സ് തെളിഞ്ഞ് മടങ്ങി വന്ന് വിനയാന്വിതരായി അവരുടെ മുമ്പിൽ നിന്നു. ആ യോഗിനി ഹനുമാനോടായി പറഞ്ഞു, വിശ്വകർമാവിന്റെ മകളായ ഹേമ നാനാതരത്തിലുള്ള നൃത്തവിശേഷങ്ങളാൽ ഭഗവാൻ ശ്രീപരമേശ്വരനെ പ്രസാദിപ്പിക്കുക കാരണം സന്തുഷ്ടനായ ശിവൻ അവർക്ക് നൽകിയ സ്ഥലമാണിത്. ആഘോഷപൂർവം 10 കോടി സംവത്സരം അവൾ ഇവിടെ വസിച്ചു. അവളുടെ തോഴിയാണ് ഞാൻ. പേര് സ്വയംപ്രഭ. വിഷ്ണു തൽപരയായ ഹേമ ബ്രഹ്മലോകം പോകി. അന്ന് എന്നോട് പറഞ്ഞിരുന്നു, സ്വയംപ്രഭേ, ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ദശരഥപുത്രനായി ജനിക്കും. അന്ന് അദ്ദേഹം അടവിയിലെത്തും. അദ്ദേഹത്തെ കണ്ട് ഭക്തിപൂർവം സ്തുതിച്ചാൽ മുക്തിപദം സിദ്ധിക്കുമെന്ന്. ഞാൻ ആ പരംപുരുഷന്റെ പാതാരവിന്ദങ്ങൾ ദർശിക്കുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ശരിയായ മാർഗം കാണിക്കാം. എല്ലാവരും കണ്ണടച്ചു നിൽക്കും. എല്ലാവരും കണ്ണുകൾ പൂട്ടി നിന്നു. പെട്ടെന്ന് അവരെല്ലാം പഴയ സ്ഥലത്തെത്തി. അത്ഭുതത്തോടെ അവർ അവരുടെ വഴികൾ തേടി നടന്നു. സ്വയംപ്രഭ യോഗേശനായ ശ്രീരാമചന്ദ്രന്റെ സമീപമെത്തി. വീണു വണങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ചു, ത്വദ്രൂപസന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം രഘുപതേ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈകദർശനം കേവലം. സ്വയംപ്രഭേ, നിന്റെ സ്തുതിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയിച്ചാലും. ദേവദേവ, എന്റെ ആഗ്രഹം മറ്റൊന്നുമല്ല. ഞാൻ എവിടെ ഇരുന്നാലും അങ്ങയിലുള്ള ഭക്തിക്ക് തെല്ലും ഇളക്കം തട്ടരുത്. അങ്ങയുടെ ഭക്തജനങ്ങളുമായുള്ള സംസർഗം എനിക്കെപ്പോഴും ഉണ്ടാകണം. സീതയോടും സുമിത്രാത്മജനോടും ഒന്നിച്ച് പീതാംബരധാരിയായി സ്വർണ്ണ കിരീടവും ഹാരങ്ങളും അണിഞ്ഞ അങ്ങയുടെ രൂപം എന്നും എന്റെ ഹൃദയത്തിൽ മായാതെ കുടികൊള്ളണം. ദുസ്സംഗം ഒരിക്കലും ഉള്ളിലുണ്ടാകാതിരിക്കണം.
അപ്രകാരം ഭവിക്കട്ടെ. ദേവി, നീ ബദര്യാശ്രമ സ്ഥലത്തേക്ക് പോകും. അവിടെ നിത്യവും എന്നെ ധ്യാനിച്ചു കഴിയുക. നിന്റെ പഞ്ചഭൂതാത്മകമായ ഈ ശരീരം പരമാത്മാവായ എന്നിൽ ചേരും. നിന്റെ ജനന മരണ ദുഃഖങ്ങളും തീരും. രഘുത്തമ വാക്യം ശ്രവിച്ച സ്വയംപ്രഭാദേവി സന്തോഷഭരിതയായി ബദര്യാശ്രമത്തിലേക്ക് പോയി. അവിടെ ഇരുന്ന് ശ്രീരാമദേവനെ ധ്യാനിച്ച് അനശ്വരമായ നാരായണപദം പ്രാപിച്ചു. സീതാദേവി അന്വേഷിച്ച് നടന്ന വാനര സമൂഹം വൃക്ഷശിഖരങ്ങളിൽ വസിക്കുന്ന സമയത്ത് അംഗദൻ തന്റെ ബന്ധുക്കളോട് ഇപ്രകാരം പറഞ്ഞു: നാം സീതാദേവിയെ അന്വേഷിച്ച് പാതാളത്തിലിറങ്ങി പല ഭാഗങ്ങളിലും തിരക്കി നടന്ന് ദിവസങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല. സീതാദേവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാതെ അങ്ങ് ചെന്നാൽ മരണശിക്ഷയാണെന്ന് സുഗ്രീവാജ്ഞ നടക്കുകയും ചെയ്യും. വിശേഷിച്ചും ഞാൻ ശത്രുവിന്റെ പുത്രനും കൂടിയാണ്. നിശ്ചയമായും എന്നെ സുഗ്രീവൻ വധിക്കും. ഞാൻ ആ പാപിയുടെ അടുക്കലേക്ക് വരുന്നില്ല. ഇവിടെ ഞാൻ എന്റെ ജീവൻ ഉപേക്ഷിച്ചോളാം. നിങ്ങൾ എങ്ങനെങ്കിലും പൊയ്ക്കൊള്ളുവിൻ. അങ്ങ് എന്തിനു ദുഃഖിക്കുന്നു? അങ്ങയ്ക്ക് തുണയായി ഞങ്ങളില്ലേ കൂടെ? നാം പോന്ന ഗുഹയിലേക്ക് തന്നെ തിരിച്ചുപോയി സുഖമായി കഴിയാം. സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ ദേവലോകതുല്യമായ സ്ഥലം. ഭയമില്ലാതെ ചിരകാലം അവിടെ കഴിയാം. വാനരശ്രേഷ്ഠന്മാർ അംഗദനോട് പറഞ്ഞ വാക്കുകൾ കേട്ടുനിന്ന ഹനുമാൻ മെല്ലെ അടുത്തു ചെന്ന് പറഞ്ഞു: അംഗദ, ഇത്തരം വഴിപിഴച്ച വിചാരങ്ങൾ ഉപേക്ഷിക്കൂ. രാമഭക്തയായ താരയുടെ മകനായ നിന്നെ ഭഗവാന് വലിയ വാത്സല്യമാണ്. അതുകൊണ്ട് രാമചന്ദ്രനിൽ നിന്നും ഒരിക്കലും ഒരാപത്തും നിനക്കുണ്ടാവുന്നതല്ല. വാനര സമൂഹം പറഞ്ഞല്ലോ, ഗുഹയിൽ പോയി ആരെയും പേടിക്കാതെ കഴിയാമെന്ന്. ശ്രീരാമബാണങ്ങൾക്ക് ചെന്നെത്താൻ കഴിയാത്ത ഒരു സ്ഥലം ഈ ലോകത്ത് ഏതാണുള്ളത്? പറയൂ. അജ്ഞാനികളുടെ വാക്കുകൾ കേൾക്കാതിരിക്കൂ. അംഗദ, ശ്രീരാമചന്ദ്രൻ മനുഷ്യനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. മായാഭഗവതി സീതാദേവിയും രാക്ഷസ സമൂഹത്തെ ഒടുക്കുവാൻ വേണ്ടി മനുഷ്യരൂപം ധരിച്ചതാണ്. നാം അദ്ദേഹത്തിന്റെ ഭൃത്യവർഗം. ഭഗവാന്റെ നിയോഗപ്രകാരം വാനരരൂപം സ്വീകരിച്ചവർ. അദ്ദേഹത്തെ വേണ്ട വിധം പരിചരിച്ച് വീണ്ടും വൈകുണ്ഠത്തേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് നാം എല്ലാവരും. പരമഭക്തനായ ഹനുമാന്റെ വാക്കുകേട്ട് ആശ്വസിച്ച അംഗദനും കൂട്ടരും വിന്ധ്യപർവ്വതത്തിൽ കയറി സീതാദേവിയെ തിരക്കി നടന്ന് തെക്ക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹേന്ദ്രപർവ്വതത്തിൽ എത്തിച്ചേർന്നു. ആ മഹാപർവ്വതം തരണം ചെയ്യുന്നതിനോ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്നതിനോ കഴിയാതെ കുഴങ്ങുന്ന വാനര സമൂഹം ഭയന്നു വിറച്ച് അവിടെ ഇരുന്ന് ചിന്തിച്ചു. പല സ്ഥലത്തും സീതാദേവിയെ തേടി നടന്ന് മാസം 1 കഴിഞ്ഞു. സുഗ്രീവന്റെ കയ്യിൽ നിന്നും മരണം തീർച്ചയാണ്. അതുകൊണ്ട് ഉപവാസമനുഷ്ഠിച്ച് മരിക്കാം. അതാണ് ഉത്തമ മാർഗം എന്ന് ചിന്തിച്ച് കവിവരന്മാർ ദർഭ വിരിച്ച് നമുക്ക് വിധിച്ചത് ഇതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കിടന്നു. അപ്പോൾ അതാ ആ മഹേന്ദ്രപർവ്വതത്തിലെ അതിഭയങ്കരമായ ഗുഹയ്ക്കുള്ളിൽ നിന്നും പടുവൃദ്ധനായ ഒരു കഴുകൻ ഒരു കൊച്ചു പർവ്വതം ഇഴഞ്ഞു വരുന്നതുപോലെ മെല്ലെ പുറത്തു വന്ന് അവിടെങ്ങും തിങ്ങി നിറഞ്ഞു കിടക്കുന്ന വാനര സമൂഹത്തോടായി പറഞ്ഞു: ചിറകില്ലാത്ത എനിക്ക് ദൈവം കൊണ്ടുവന്ന ഭക്ഷണമാണിത്. മരിക്കുന്നവരെ ആദ്യം ഭക്ഷിച്ച് വിശപ്പടക്കാം. ആ വൃദ്ധ കഴുകൻ പറഞ്ഞത് കേട്ട് വാനരന്മാർ വല്ലാതെ ഭയന്നു. അവർ തമ്മിൽ പറഞ്ഞു: ശ്രീരാമദേവന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ദുഷ്ടജന്തു കൊത്തി വിഴുങ്ങുന്നത് കണ്ടും അനുഭവിച്ചും മരിക്കണമല്ലോ. മഹാത്മാവായ ജടായുവാണ് പരമഭാഗ്യവാൻ. ശ്രീരാമകാര്യത്തിനു വേണ്ടി പടവെട്ടി മരിച്ച ജടായു വിഷ്ണുപദം പ്രാപിച്ചു. കാതുകൾക്ക് പീയൂഷവർഷം പോലെയുള്ള വാനര സംഭാഷണം കേട്ട് സമ്പാദി അവരോട് ചോദിച്ചു: ആരാണ് ജടായുവിന്റെ കാര്യം പറഞ്ഞത്? ആരാണ് നിങ്ങൾ? എന്താണ് അന്യോന്യം പറയുന്നത്? ഭയപ്പെടാതെ ഇങ്ങടുത്തു വരും. സമ്പാദിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് അംഗദൻ അടുത്തു ചെന്നു. ശ്രീരാമചന്ദ്രന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. അക്കൂട്ടത്തിൽ ജടായുവിന്റെ മോക്ഷപ്രാപ്തിയും സുഗ്രീവ സഖ്യവും ബാലിവധവും എല്ലാം വിശദമായി വിവരിച്ച് കേൾപ്പിച്ചു. മഹേന്ദ്രപർവ്വതത്തിൽ വന്ന്
കിടക്കാനുള്ള കാരണവും പറഞ്ഞു. എന്നിട്ട് അംഗദൻ പറഞ്ഞു, സീതാദേവിയെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് ചൊല്ലിത്തരാൻ ദയവുണ്ടാകണം. അനേകായിരം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയ സഹോദരന്റെ വാർത്ത ഇന്ന് ഞാൻ കേട്ടു. എന്നെ നിങ്ങളെല്ലാവരും ചേർന്നെടുത്ത് സമുദ്രതീരത്താക്കണം, എൻ്റെ സഹോദരന്റെ ഉദകക്രിയ ചെയ്യാൻ. വാനര സമൂഹം സമ്പാദിയെ സമുദ്രതീരത്ത് കൊണ്ടിരുത്തി. സമ്പാദി എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച ശേഷം ഉത്തമന്മാരായ വാനര സമൂഹത്തോട് സീതാദേവിയെക്കുറിച്ചുള്ള വാർത്തകൾ പറയാൻ തുടങ്ങി. ഏറ്റവും പൊക്കം കൂടിയ ത്രികൂടപർവ്വതത്തിന്റെ മുകളിൽ ലങ്കാപുരിയുണ്ട്. സമുദ്രമധ്യത്തായിട്ട് അവിടെ അശോകവനത്തിൽ രാക്ഷസികളുടെ നടുവിൽ സീതാദേവി കഴിഞ്ഞുകൂടുന്നു. ഒരു 100 യോജന ദൂരം വരും. ഇത്രയും ദൂരം സമുദ്രത്തെ ലംഘിക്കാൻ ആർക്കാണോ കഴിവുള്ളത് അവന് സീതാദേവിയെ കണ്ടുമടങ്ങാം. എന്റെ സഹോദരനെ ജടായുവിനെ വധിച്ച ആ ദുഷ്ടനെ എങ്ങനെയെങ്കിലും കൊല്ലണം. നിങ്ങൾ പ്രയാസപ്പെട്ട് സമുദ്രം കടക്കണം. പിന്നീട് ശ്രീരാമചന്ദ്രൻ രാവണനെ നിഷ്പ്രയാസം നിഗ്രഹിക്കും. സമുദ്രം തരണം ചെയ്യുന്ന ശ്രമകരമായ കാര്യത്തെക്കുറിച്ച് വാനര സമൂഹം പരസ്പരം ചിന്തിച്ചിരിക്കെ സമ്പാദി തന്റെ പൂർവകാല കഥകൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി. കൂടുതൽ വേഗത്തിൽ ആർക്ക് പറക്കാൻ കഴിയുമെന്ന് പരീക്ഷിക്കാൻ സൂര്യമണ്ഡലം ലക്ഷ്യമാക്കി പറന്നുയർന്നതും ജടായുവിന്റെ ചിറകിന് തീപിടിച്ചതും അവനെ രക്ഷിക്കാൻ സമ്പാദി തന്റെ പുറകിലാക്കി പറന്നതും ചിറക് കരിഞ്ഞ് സമ്പാദി വീണതും ജടായു ചിറകോടെ വീണതും ഒടുവിൽ ദിക്കും ദേശവും അറിയാൻ പാടില്ലാതെ വിഭ്രാന്തി കൊണ്ട് നിശാകര താപസന്റെ പുണ്യാശ്രമത്തിൽ ഭാഗ്യം കൊണ്ട് എത്തിച്ചേർന്നതും അദ്ദേഹം ജീവനെയും അതിന്റെ ഉൽപ്പത്തിയെയും വളർച്ചയെയും കർമ്മങ്ങളെയും 1000 ജന്മങ്ങളിലൂടെ സമാർജിക്കുന്ന പാപപുണ്യ ഫലങ്ങളെയും എല്ലാം വിവരിച്ച് പറഞ്ഞുകൊടുത്തതും അവസാനം സീതാദേവിയെ അന്വേഷിച്ച് നടക്കുന്ന വാനരന്മാരോട് ദേവി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോൾ സമ്പാദിക്ക് ചിറക് മുളയ്ക്കുമെന്നുള്ളതും എല്ലാം. അങ്ങനെ സീതാദേവി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തതോടെ പുതിയ ചിറകുകൾ മുളച്ചു വന്ന സമ്പാദി ശ്രീരാമചന്ദ്രനെ പലവരു സ്തുതിച്ച ശേഷം ആകാശത്തിലേക്ക് പറന്നുയർന്നു. അതിനുശേഷം അംഗദൻ കവികളോടായി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് തീരുമാനിച്ചിട്ട് ചാടാവുന്ന ദൂരം വ്യക്തമാക്കുക. ഓരോരുത്തരായി അവരുടെ കഴിവിന്റെ പരിധി പറഞ്ഞു തുടങ്ങി. 100 യോജന ദൂരം അങ്ങോട്ട് ചാടാമെന്ന് അംഗദൻ ആത്മധൈര്യത്തോടെ പറഞ്ഞു. തിരിച്ചെങ്ങനെ ചാടും? ഒടുവിൽ ആർക്കും സാമർഥ്യമില്ലെന്ന് തീരുമാനിച്ച് പട്ടിണി കിടന്ന് മരണം വരിക്കാമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ ജാംബവാൻ ഹനുമാനെ സമീപിച്ച് പറഞ്ഞു, എന്താ വായുപുത്ര ചിന്താപരവശനായിരിക്കുന്നത്? ഒന്നും പറയാതിങ്ങനെ ഇരിക്കുന്നത് ശരിയാണോ? നിനക്കല്ലാതെ മറ്റാർക്കുണ്ട് സമുദ്രതരണം ചെയ്യാനുള്ള കഴിവ്? ജനിച്ച് വീണ ഉടൻ തന്നെ 500 യോജന ദൂരം മേൽപോട്ട് ചാടിയവനാണ് നീ. എന്തിനാണെന്നോ? സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കണ്ട് പാകമായ പഴമാണെന്ന് കരുതി പറിച്ചെടുക്കാൻ. അന്ന് ഇന്ദ്രന്റെ വജ്രായുധാഘാതമേറ്റ് താഴെ വീണ നിന്നെ മാരുതൻ പാതാളലോകത്തേക്ക് എടുത്തുകൊണ്ടുപോയി. വായുദേവൻ ഇല്ലെങ്കിൽ എല്ലാം തീർന്നില്ലേ? 30 മുക്കോടി ദേവന്മാരും ബ്രഹ്മപുത്രനായ നാരദൻ തുടങ്ങിയ ദേവർഷിമാരും ഒന്നിച്ചു ചെന്ന് കൽപ്പാന്തകാലം വന്നാലും നിനക്ക് മരണം സംഭവിക്കുകയില്ല എന്നനുഗ്രഹിച്ചു. ഹനുവിൽ വജ്രമേറ്റ നിനക്ക് അന്ന് വേദമൂർത്തികൾ ഹനുമാൻ എന്ന് പേരുമിട്ടു. ഇങ്ങനെ ജാംബവാൻ പറഞ്ഞത് കേട്ട് ബ്രഹ്മാണ്ടം മുഴുവൻ കിടുങ്ങുന്ന മട്ടിൽ ഗർവോടുകൂടി
പർവ്വതാകാരമായി വളർന്ന് സിംഹനാദത്തിൽ ഹനുമാൻ ഇപ്രകാരം അരുളി ചെയ്തു: ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ. അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ട് രാമാന്തികെ വെച്ച് കൈതൊഴുതിടുവൻ. രാമാങ്കുലീയം എൻ കയ്യിലുണ്ടാകയാൽ. മരുതേ, ആദ്യം നീ പോയി സീതാദേവിയെ കണ്ടിട്ട് മടങ്ങി വരൂ. രാവണനെ എതിർക്കുന്നത് പിന്നെയാകാം. രാവണനെ ശ്രീരാമൻ വധിക്കും. നമ്മുടെ പരാക്രമം ആ സമയത്ത് കാണിക്കാം. ആകാശമാർഗത്തിലൂടെ കുതിക്കുന്ന നിനക്ക് ഒരു തടസ്സവും സംഭവിക്കാതിരിക്കട്ടെ. നിന്റെ സഹായത്തിന് മാരുതദേവനും നിന്നോടൊപ്പം ഉണ്ടാകും. മംഗളം ഭവിക്കട്ടെ. ജാംബവാൻ ആശീർവദിച്ച് ഹനുമാനെ പറഞ്ഞയച്ച ഉടൻ തന്നെ മഹേന്ദ്രഗിരിയുടെ ഏറ്റവും ഉന്നത സ്ഥലത്ത് കയറി ലങ്കാപുരിയിലേക്ക് കുതിക്കാൻ ഒരുങ്ങി നിന്ന ഹനുമാൻ ഗരുഡനെപ്പോലെ ശോഭിച്ചു. അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം അവസാനിച്ചു.